നമ്മളിൽ ലെതർ എന്ന് പറയുന്ന മെറ്റീരിയൽ ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും തന്നെ കാണത്തില്ല. ഒരു ലെതറിനെ ലെതർ ആക്കുന്നത് അതിൻ്റെ ഡ്യൂറബിലിറ്റി, ഫ്ലെക്സിബിലിറ്റി ആൻഡ് സ്ട്രെങ്ത് ആണ്. നമ്മളുടെ ഡെയിലി ലൈഫിൽ നമ്മൾ നോക്കിയാൽ ലെതർ ഉപയോഗിക്കുന്ന പല സിനേറിയോസും നമുക്ക് കാണാൻ സാധിക്കും. ഫോണിൻ്റെ കാര്യത്തിൽ ലെതർ കേസസ്, കാറിലാണെങ്കിൽ ലെതർ സീറ്റിംഗ് നമ്മൾ കൊടുക്കും. ഈവൻ നമ്മൾ ക്യാരി ചെയ്യുന്ന വാളറ്റിലും ബാഗുകളിലും പോലും ലെതർ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ ഒട്ടുമുക്കാൽ ആളുകൾക്കും ലെതർ എന്ന് പറയുന്നത് ഒരു ക്രേസ് തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ലെതറിൻ്റെ വൺ ഓഫ് ദി ബെസ്റ്റ് ആക്സസറീസ് ബ്രാൻഡായിട്ടുള്ള നൊമാഡിൻ്റെ ഐഫോൺ അല്ലെങ്കിൽ ആപ്പിൾ യൂസേഴ്സിന് ഉപകാരപ്രദമായിട്ടുള്ള ചില ആക്സസറീസാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത്. സോ ദിസ് ഈസ് മീ മിലൻ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അൺബോക്സ് ചെയ്യാനുള്ളത്. ആദ്യം തന്നെ നൊമാഡിൻ്റെ ഒരു പാക്കിങ് ഒരു സംഭവം കാണാം. നമുക്കതെന്താണെന്നുള്ളത് ഓപ്പൺ ചെയ്യാം. ഫ്രണ്ടിൽ തന്നെ നൊമാഡ് എന്നുള്ള ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഓപ്പൺ ചെയ്യുമ്പം ഇത് നൊമാഡിൻ്റെ സ്റ്റിക്കേഴ്സാണ്. 2 സ്റ്റിക്കേഴ്സ്, അതിൻ്റെ കൂടെ ഒരു ലെറ്ററുണ്ട്, ഡിയർ ഫെലോ ട്രാവലർ എന്നൊക്കെ പറഞ്ഞ് തുടങ്ങുന്ന ലെറ്ററും ഉണ്ട് അതിൻ്റെ കൂടെ. ഇനി നമുക്ക് നമ്മളുടെ പ്രോഡക്റ്റ്സുകൾ ഓരോന്നായിട്ട് അൺബോക്സ് ചെയ്യാം. ആദ്യം തന്നെ നമ്മുടെ ഐഫോൺ 13 പ്രോഡക്റ്റ് കേസാണ്. ഇവിടെ ഫ്രണ്ടിൽ കേസിൻ്റെ ഒരു ഇമേജ് കൊടുത്തിട്ടുണ്ട്, ടോപ്പിൽ നൊമാഡിനുള്ള ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്, സൈഡ്സിൽ നൊമാഡ് എന്ന് കൊടുത്തിട്ടുണ്ട്. ബാക്കിൽ നമുക്ക് രസകരമായിട്ടുള്ളൊരു കാര്യം കൊടുത്തിട്ടുണ്ട്. ഡേ 1 നമ്മൾ യൂസ് ചെയ്യാൻ തുടങ്ങുമ്പം ഇങ്ങനെ ഇരിക്കും. ഡേ 100 അതിൻ്റെ ആ ഒരു ഡിഫറൻസ് നമ്മൾക്കറിയാം. ലെതർ മുമ്പത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുള്ള ലെതർ നമ്മൾ യൂസ് ചെയ്യുന്നതനുസരിച്ച് അതിൻ്റെ ആ ഓവറോൾ രൂപത്തിൽ ഒരു ചേഞ്ച് വരും. അതാണ് ഇവിടെ മെൻഷൻ ചെയ്തേക്കുന്നത്. അതേപോലെ തന്നെ ഇതിൽ ബിസിനസ് കാർഡ്, ഒരു NFC-യുടെ ചിപ്പും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ബിസിനസ് കാർഡുകൾ വേണമെങ്കിൽ അതിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഒരു ബ്രാൻഡിൻ്റെ ക്വാളിറ്റി മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പാക്കേജിങ് നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ഇവിടെ ഇതിൻ്റെ പാക്കേജിംഗ് എന്ന് പറയുന്നത് വളരെ മിനിമലായിട്ടുള്ളൊരു പാക്കേജിംഗ് ആണ്. വലിയ സംഭവങ്ങളൊന്നുമില്ല, വലിയ കാര്യങ്ങളൊന്നും എഴുതിയിട്ടുമില്ല. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഒരു കേസ് എടുക്കാം. കേസ് എടുത്തു കഴിയുമ്പം ഇതിനകത്ത് ഞാൻ പറഞ്ഞ പോലെ ബിസിനസ് കാർഡ് നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാൻ സാധിക്കും. അതിനുള്ള കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി കേസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതൊരു ടിപ്പിക്കൽ ബ്രൗൺ കളറിലെ, നമുക്ക് ലെതർ എന്ന് പറയുമ്പം ആദ്യം മനസ്സിലേക്ക് വരുന്ന ഈ ഒരു കളറാണ്. അപ്പോൾ ഇതിന് നൊമാഡിൻ്റെ സൈറ്റിൽ ഇതിനൊരു പ്രത്യേക പേരുണ്ട്, റസ്റ്റി ബ്രൗൺ ലെതർ കേസ് എന്നാണ് ഇതിൻ്റെ പേര്. ഇത് മോഡേൺ കേസാണ്. ഇതിൻ്റെ ബാക്കിൽ നമുക്ക് ഈ ഒരു ഫീലാണ്, സ്മൂത്തായിട്ടുള്ള ലെതർ ഫീലാണ്. പക്ഷേ ഇതിൻ്റെ സൈഡ്സിലേക്ക് പോകുമ്പം ഇത് നമുക്ക് ലെതർ അല്ല ഇവിടെ കാണുന്നത്. ഇതൊരു TPU മെറ്റീരിയലാണ്. നല്ല ഹൈ ക്വാളിറ്റിയുള്ള TPU മെറ്റീരിയൽ, അത്യാവശ്യം ഫ്ലെക്സിബിൾ ആയിട്ടുള്ള TPU മെറ്റീരിയലാണ്. ഈ ഒരു TPU മെറ്റീരിയൽ ഉപയോഗിക്കുന്നതുകൊണ്ട് നമുക്ക് ഇച്ചിരി കൂടെ പ്രൊട്ടക്ഷൻ ലഭിക്കും. അതുപോലെ തന്നെ നമ്മുടെ ബട്ടൺസ് കാര്യങ്ങളൊക്കെ നമുക്കിവിടെ ടാക്ടൈൽ ആയിട്ടുള്ള ബട്ടൺസും കാര്യങ്ങളൊക്കെയാണ്. ഇനി ഇതിൻ്റെ ഇൻറ്റീരിയറിനെ പറ്റി പറയുവാണെങ്കിൽ അകത്ത് നല്ല നൈസ് ആയിട്ടുള്ള മൈക്രോ ഫൈബർ മെറ്റീരിയലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളെ ഫോൺ സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകത്തില്ല. നടുക്ക് നമുക്കൊരു റിങ് കാണാൻ സാധിക്കും. അതിൻ്റെ അർത്ഥം നമുക്ക് ഇതിൽ മാക്സേഫ് സപ്പോർട്ടഡ് ആണ്. ധൈര്യമായിട്ട് നമുക്ക് മാക്സേഫ് ഉപയോഗിക്കാൻ സാധിക്കും. മാക്സേഫ് സപ്പോർട്ടഡ് ആയിട്ടുള്ള കേസാണ്. അതുകൊണ്ടാണ് ആ റിങ് നമുക്ക് അവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ താഴെയായിട്ട് നമുക്ക് കാണാം NFC-യുടെ ചിപ്പ് അവിടെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ നൊമാഡിൻ്റെ ചെറിയൊരു ബ്രാൻഡിങ്ങും അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ടോപ്പിൽ നോക്കുവാണെങ്കിൽ നമുക്ക് കാണാം ക്യാമറയുടെ ആ ഒരു പോർഷനും നമുക്ക് സൈഡ്സിൽ ഉപയോഗിച്ചിരിക്കുന്ന പോലെ തന്നെ ഒരു TPU മെറ്റീരിയലാണ് കൊടുത്തിരിക്കുന്നത്. അത് വെളിയിലും നമുക്കത് കാണാൻ സാധിക്കും. ഒരു ബ്ലാക്ക് കളറിലുള്ള TPU മെറ്റീരിയൽ, അത് നമുക്ക് ക്യാമറ പ്രൊട്ടക്ഷൻ തരാൻ വേണ്ടി അത് നന്നായിട്ട് ഉയർന്നാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഫോണൊന്ന് ഇതിൽ ഇട്ട് നോക്കാം. എനിക്ക് അറിഞ്ഞുകൂടാ ക്യാമറയിൽ കൂടെ നിങ്ങൾക്ക് എത്രത്തോളം ഇത് കൃത്യമായിട്ട് കാണാൻ സാധിക്കും എന്നുള്ളത്. അതായത് ലെൻസിനേക്കാളും നന്നായിട്ട് ഉയർന്നാണ് ഈ ഒരു ബോർഡേഴ്സ്, എഡ്ജസ് വന്നേക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ക്യാമറയ്ക്ക് അല്ലെങ്കിൽ ലെൻസിന് നല്ല പ്രൊട്ടക്ഷൻ ഈ ഒരു കേസ് ഓഫർ ചെയ്യുന്നുണ്ട്. ആ കാര്യത്തിൽ യാതൊരു സംശയമില്ല. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇത് TPU മെറ്റീരിയൽ സൈഡിൽ മാത്രമേ യൂസ് ചെയ്തുള്ളൂ, ബാക്കിൽ പ്യുവർ ലെതറാണ്. അതുകൊണ്ട് തന്നെ ലെതറിൻ്റെ കുഴപ്പമെന്ന് വെച്ചാൽ നമ്മൾ എവിടെ പ്ലേസ് ചെയ്താലും അല്ലെങ്കിൽ നമ്മളിപ്പം ഉരയ്ക്കോ അല്ലെങ്കിൽ മാന്തോ ഒക്കെ ചെയ്താലും വളരെ പെട്ടെന്ന് തന്നെ ഇതിൽ സ്ക്രാച്ച് പോലെ പാട് വീഴുന്നതാണ്. പക്ഷേ ആ വീഴുന്ന ഓരോ സ്ക്രാച്ചുകളും അല്ലെങ്കിൽ മാർക്കിങ്ങും അതൊരു യുണീക്ക് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ഈ ഒരു കേസിന് കൊടുക്കുന്നതാണ്. ഇനി ഈ ഒരു കേസിൻ്റെ ബോട്ടത്തിൽ നോക്കുവാണെങ്കിൽ നമുക്ക് മനസ്സിലാവും ലാർജ് ആയിട്ടുള്ള ഗ്രിൽ ഏരിയ ആണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് സ്പീക്കറിനായാലും മൈക്രോഫോണിനായാലും ലാർജ് ഏരിയ തന്നെ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ഫ്രണ്ടിലെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ സ്ക്രീൻ പ്രൊട്ടക്ടർ ഒട്ടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു സ്ക്രീൻ പ്രൊട്ടക്ടറിൻ്റെ നേരിയ ലെവലിൽ തന്നെയാണ് ഈ ഒരു ബോർഡേഴ്സും നമുക്കിവിടെ കാണാൻ സാധിക്കും. ബോർഡേഴ്സും വന്നേക്കുന്നത് ആ ഒരു സെയിം ലെവലിൽ, സ്വല്പം വ്യത്യാസമുള്ളൂ ഈ സ്ക്രീൻ പ്രൊട്ടക്ടറും ആ ഒരു എഡ്ജസും തമ്മിൽ. അതുകൊണ്ട് തന്നെ ഫ്രണ്ടിൽ നിങ്ങൾ സ്ക്രീൻ പ്രൊട്ടക്ടർ ഉപയോഗിച്ച് തന്നെ ഈ ഒരു കേസ് യൂസ് ചെയ്യുക. അപ്പോൾ ഇതിൽ ഞാൻ പരിചയപ്പെടുത്തുന്ന എല്ലാ പ്രൊഡക്റ്റിൻ്റെയും ലിങ്ക് താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ പോയി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഇതിലെ രണ്ടാമത്തെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് നമ്മളുടെ ഐഫോൺ 10s വന്ന വഴി നമുക്ക് മറക്കാൻ സാധിക്കത്തില്ല. ഐഫോൺ 10s കേസാണ്. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്യുമ്പം ഇത് സൈഡിൽ നിന്നാണ് ഓപ്പൺ ചെയ്യുന്നത്. അന്നത്തെ ഐഫോൺ 10s ഇറങ്ങിയ ടൈമിലുള്ള ആ ഒരു ഡിസൈനിങ്ങും അല്ലെങ്കിൽ പാക്കേജിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. ഇവിടെ നിങ്ങൾക്ക് കാണാം ഞാൻ ആ ഒരു റസ്റ്റി ബ്രൗൺ കളർ തന്നെയാണ് ഇതിലും ചൂസ് ചെയ്തത്. സൈഡ്സിൽ നമുക്ക് പ്രൊട്ടക്ഷന് വേണ്ടി ആ ഒരു TPU മെറ്റീരിയൽ തന്നെയാണ് ഇവിടെയും കൊടുത്തേക്കുന്നത്. ഇന്ത്യയിൽ വളരെ സ്മൂത്തായിട്ടുള്ള മൈക്രോ ഫൈബർ മെറ്റീരിയലാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇനി നമ്മൾ ഐഫോൺ 10s അതിലേക്ക് ഇൻസേർട്ട് ചെയ്യുമ്പം
കാരണം വളരെ പെർഫെക്റ്റ് ഫിറ്റായിട്ട് തന്നെയാണ്, അല്ലെങ്കിൽ വളരെ ഫാറ്റായിട്ട് തന്നെയാണ് ഈ ഒരു ഡിവൈസ് അതിൽ വന്നേക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനിതിൽ ഉപയോഗിച്ചിരിക്കുന്ന സ്ക്രീൻ പ്രൊട്ടക്ടർ വളരെ തിക്നെസ് ഉള്ള സ്ക്രീൻ പ്രൊട്ടക്ടറാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു കൃത്യം ലെവലിലാണ് ഈ ഒരു സ്ക്രീൻ പ്രൊട്ടക്ടറും കേസിങ്ങും വന്നേക്കുന്നത്. ഈ രണ്ട് കേസിൻ്റെ ഒരു ഓവറോൾ ഫീൽ എന്ന് പറയുന്നത് രണ്ടും നമുക്ക് ഹോൾഡ് ചെയ്യാൻ ഗ്രിപ്പുള്ള കാര്യമാണ്. സൈഡിൽ TPU മെറ്റീരിയൽ ഉപയോഗിച്ചതുകൊണ്ട് തന്നെ നമുക്ക് ഗ്രിപ്പ് കിട്ടും. അതോടൊപ്പം തന്നെ കയ്യിൽ ഇത് ഹോൾഡ് ചെയ്യാനും നല്ല സുഖമാണ്. കാരണം ഈ ഒരു സ്മൂത്തായിട്ടുള്ള ഈ ഒരു ഫിനിഷാണ് നമുക്ക് ഈ ലെതർ കേസിന് വന്നേക്കുന്നത്. അതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പം ഡെഫിനറ്റ്ലി ചെക്ക് ഇറ്റ് ഔട്ട്. ഇനി അടുത്ത നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നമ്മളുടെ എയർപോർട്ട്സ് 3rd ജനറേഷനുള്ള നൊമാഡിൻ്റെ റഗഡ് കേസാണ്. ഇതാണ് അതിൻ്റെ പാക്കേജിംഗ് എന്ന് പറയുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള പാക്കേജിങ്. ഇത് ഓപ്പൺ ചെയ്യുമ്പം ഈ ഒരു സെയിം റസ്റ്റി ബ്രൗൺ കളർ തന്നെയാണ് ഇതിലും ഞാൻ ഓർഡർ ചെയ്തേക്കുന്നത്. ഇത് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ടോപ്പിൽ നമുക്കൊരു കോട്ടിങ് പോലത്തെ ഒരു സംഭവമുണ്ട്, ഒരു പ്ലാസ്റ്റിക് കോട്ടിങ് പോലെ. അത് ജസ്റ്റ് നമ്മളെ ആ ഒരു ടോപ്പിലെ പോർഷൻ നമുക്ക് കൃത്യമായിട്ട് ആ പ്ലേസിൽ കൃത്യമായിട്ട് സൂട്ടായിട്ടിരിക്കാൻ വേണ്ടി ആണ് നമുക്ക് ഈ ഒരു പോർഷൻ ഉള്ളത്. അത് നിങ്ങൾ പീൽ ചെയ്ത് കളയുക. എന്നിട്ട് നൈസായിട്ട് നമ്മളുടെ ആ ഒരു കേസിലേക്ക് നമ്മളിങ്ങനെ ഒട്ടിക്കുകയല്ല, ഇത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും പീൽ ഓഫ് ചെയ്യാം അല്ലെങ്കിൽ ടേക്ക് ഓഫ് ചെയ്യാൻ സാധിക്കുന്ന ഒരു കേസ് തന്നെയാണ്. അതുപോലെ തന്നെ നമ്മുടെ ബോട്ടവും ഇതുപോലെ തന്നെ ഇൻസേർട്ട് ചെയ്ത് കഴിയുമ്പം ഇതിങ്ങനെ വെൽ ഫിറ്റായിട്ടിരുന്നോളും. ഒരു കുഴപ്പമില്ല. നമുക്ക് വളരെ ഒരു ലക്ഷൂറിയസ് ഫീലാണ് നമുക്കിപ്പം. കാരണം ഇതിൽ ഹൈ ക്വാളിറ്റി ലെതറാണ് യൂസ് ചെയ്തേക്കുന്നത്. എന്നാൽ പ്രൊട്ടക്ഷൻ്റെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും നൊമാഡ് വരുത്തിയിട്ടില്ല. സൈഡ്സിൽ നമുക്ക് കാണാം ആ ഒരു TPU മെറ്റീരിയൽ, നമ്മൾ ഐഫോണിൽ കണ്ട പോലെ തന്നൊരു TPU മെറ്റീരിയലാണ് ഈ സൈഡ്സിൽ പോയേക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് മോസ്റ്റ് പ്രോബബ്ലി സൈഡ് ഇടിച്ചാണ് അല്ലെങ്കിൽ സൈഡ് കുത്തിയാണ് വീഴുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു എഡ്ജസിൽ അല്ലെങ്കിൽ ആ സെൻറ്റർ പോർഷനിൽ നമുക്ക് കൃത്യമായിട്ട് ഈ ഒരു TPU മെറ്റീരിയൽ നൊമാഡ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഫുൾ പ്രൊട്ടക്ഷനും നമുക്കിതിൽ ഉറപ്പ് വരുത്താൻ സാധിക്കുന്നതാണ്. ഇനി നമുക്കിത് സ്ട്രാപ്പ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്ട്രാപ്പിൻ്റെ ഒരു ഓപ്ഷനും നമുക്കിവിടെ നൊമാഡ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും സ്ട്രാപ്പുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഈ ഒരു കേസ് എടുത്തിട്ട് അല്ലെങ്കിൽ ഇതിനകത്ത് എയർപോർട്ട്സ് എടുത്തിട്ട് നമുക്ക് അതിലേക്ക് ഇൻസേർട്ട് ചെയ്യാൻ സാധിക്കും. ഇനി അല്ലാന്നുണ്ടെങ്കിൽ നൊമാഡിൻ്റെ സൈഡിൽ നൊമാഡിൻ്റെ തന്നെ ഇതിനുള്ള ഉപയോഗിക്കുന്ന സ്ട്രാപ്പുകളും കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് അവിടെ പോയി ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതുമാണ്. ഇനി നമ്മൾ കാണുന്നത് എയർ ടാഗിനുള്ള കേസസാണ്. ഇത് നൊമാഡിൻ്റെ ലെതർ കീ ചെയിൻ കേസാണ്. നമ്മൾ എയർ ടാഗ് ഉപയോഗിക്കുന്നവർക്ക് പറ്റിയൊരു അടിപൊളി ലെതർ കേസാണിത്. നമ്മളുടെ ചാനൽ ഇതുവരെ ഞാൻ എയർ ടാഗ് അൺബോക്സ് ചെയ്യുന്ന വീഡിയോ കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതിലും കാണിക്കാൻ സാധിക്കാത്തത്. അപ്പം ഇവിടുന്ന് നമുക്ക് ഇതുപോലെ തന്നെ പുള്ളി ചെയ്തെടുക്കാം. ഇതാണ് എയർ ടാഗിനുള്ള കേസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലെതർ കീ ചെയിൻ എന്ന് പറയുന്നത്. എല്ലാ പ്രോഡക്റ്റിലും കീപ്പ് ചെയ്യുന്ന അതേ ക്വാളിറ്റി ഇവിടെയും അവർ ഫോളോ ചെയ്യുന്നുണ്ട്. നമുക്ക് ഫ്രണ്ടിൽ തന്നെ നൊമാഡ് എന്നുള്ള ബാഡ്ജിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് ഇടുന്നത് നമ്മൾ ഇതിലേക്ക് ഈ ഒരു എയർ ടാഗ് പ്ലേസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ജസ്റ്റ് ഇവിടെ നമുക്കൊരു ചെറിയ ഓപ്പണിംഗ് കൊടുത്തിട്ടുണ്ട്. അതിങ്ങനെ തുറക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് നമ്മുടെ എയർ ടാഗ് പുഷ് ചെയ്യാനാണ്, അല്ലെങ്കിൽ അതിലേക്ക് ഇൻസേർട്ട് ചെയ്യാൻ സാധിക്കും. ഇത് നമുക്ക് നമ്മുടെ കാറിൻ്റെയോ ബൈക്കിൻ്റെയോ അല്ലെങ്കിൽ അപ്പാർട്ട്മെൻറ്റിൻ്റെയോ എന്ത് കാര്യത്തിൻ്റെയും കീ ചെയിനായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. ഹൈ ക്വാളിറ്റി ഉള്ള ഒരു കേസ് തന്നെ, അല്ലെങ്കിൽ എയർ ടാഗ് കേസ് തന്നെയാണ് ഇതും ഉള്ളത്. ഇനി ഏറ്റവും അവസാനം നമുക്കുള്ളത് 3 ബാൻഡുകളാണ്. ആപ്പിൾ വാച്ചിനുള്ള 3 ബാൻഡുകൾ. അതിൽ നിങ്ങൾ ഈ 2 സൈഡിലായിട്ട് കാണുന്നത് നൊമാഡിൻ്റെ FKM എന്ന് പറയുന്ന വെരി ഹൈ ക്വാളിറ്റി റബ്ബറിൽ നിന്ന് ഡെവലപ്പ് ചെയ്തെടുക്കുന്ന 2 ബാൻഡുകളാണ്. നമ്മുടെ വാച്ചിനോട് ലഭിക്കുന്ന ആപ്പിൾ സിൽക്കൺ ബാൻഡ് അതിനേക്കാളും നല്ല ക്വാളിറ്റി അല്ലെങ്കിൽ നമുക്കൊരു യൂസ് ചെയ്യാൻ ഫ്ലെക്സിബിൾ ആയിട്ടുള്ളൊരു ബാൻഡുകളാണ് ഈ 2 ബാൻഡുകൾ എന്ന് പറയുന്നത്. പിന്നെ നടുക്ക് നിങ്ങൾ ഈ കാണുന്നത് നൊമാഡിൻ്റെ തന്നെ ലെതർ ബാൻഡാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ നൊമാഡിൻ്റെ വാച്ച് ബാൻഡ് എന്ന് പറയുന്നത്. ഇത് വളരെ ഹൈ ക്വാളിറ്റി, ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഹൈ ക്വാളിറ്റി റബ്ബറിലാണ് ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്കിവിടെ നോക്കിയാൽ മനസ്സിലാവും. ഇതാണ് നമ്മളുടെ റെഗുലർ ആയിട്ടുള്ള ആപ്പിൾ ബാൻഡ് എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് കാണാം ഈ ഒരു 3 ഡോട്ട്സ് മാത്രമേ ഉള്ളൂ നമുക്ക് നമ്മുടെ സ്ട്രാപ്പ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ളത്. പക്ഷേ ഇവിടെ നിങ്ങൾ നോക്കുവാണെങ്കിൽ മനസ്സിലാവും നമുക്ക് എല്ലാത്തും ടോപ്പ് ടു ബോട്ടം നമുക്ക് ഈ ഒരു സ്ട്രാപ്പ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. നമ്മൾ ഈ റെഗുലർ അല്ലെങ്കിൽ നോർമൽ ആപ്പിൾ ബാൻഡ് ഉപയോഗിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ക്വാളിറ്റി വൈസ് ഇത് അടിപൊളിയാണ്. പക്ഷേ ഇത് മണിക്കൂറുകളോളം നമ്മളെ കയ്യിൽ കടന്നു കഴിയുമ്പം ശരിയുമ്പോൾ ഇത് വേർത്ത് കഴിയുമ്പം നമുക്ക് ഈ ഒരു ചൊറിച്ചിലും അല്ലെങ്കിൽ ഇവിടെ മൊത്തത്തിൽ ആ ഒരു വേർപ്പ് ഇവിടെയൊക്കെ കൂടി നിൽക്കുന്ന കാണാൻ സാധിക്കും. പിന്നെ ഇത് ഓപ്പൺ ചെയ്യുമ്പോഴാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ അങ്ങനെയല്ല. ഇവിടെ നമുക്ക് ഈ ഒരു സ്വെറ്റൊക്കെ ഉണ്ടായാൽ നമുക്ക് ഇവിടെ ഇതിനകത്ത് ഈ ഒരു ബാൻഡിനകത്ത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും ഈ ഒരു കേർവ് ടൈപ്പിലൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതുമാത്രമല്ല എല്ലാ ഏരിയയിലും നമുക്ക് ഈ ഒരു ഗ്യാപ്പുണ്ട്, അല്ലെങ്കിൽ ആ ഒരു സ്ട്രാപ്പ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഗ്യാപ്പ് ഉള്ളത് കൊണ്ട് തന്നെ ആ ഒരു ഗ്യാപ്പിലൂടെ മാക്സിമം എയർ ഇതിലേക്ക് കയറുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അധികം സ്വെറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇതിനകത്ത് ഉണ്ടാകത്തില്ല. ഈവൻ ഒരു സ്വെറ്റോ കാര്യങ്ങളോ ഉണ്ടായാൽ അത് പോകാനുള്ള അല്ലെങ്കിൽ എയർ കയറി അത് പോകാനുള്ള സ്പേസും നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. അതാണ് ഇതിനകത്ത് മെയിൻ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നല്ല സ്മൂത്തായിട്ടും അതേപോലെ തന്നെ സ്റ്റൈലിഷ് ആയിട്ടും നമ്മുടെ കയ്യിൽ കടന്നോളും. നമുക്ക് ചൊറിച്ചിലോ അല്ലെങ്കിൽ മറ്റുള്ള പ്രശ്നങ്ങളോ
ഒന്നും തന്നെ ഇത് ഉപയോഗിക്കുന്നതുകൊണ്ട് ഉണ്ടാകത്തില്ല. ഹൈ ക്വാളിറ്റിയാണ്. ഇപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ബാൻഡ് നമ്മുടെ വാച്ചിലൊന്ന് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് അതിൻ്റെ ആ ലുക്ക് എന്ന് പറയുന്നത്. സൂപ്പർ ലുക്കാണ്, സൂപ്പർ ഫിനിഷാണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്ക് വളരെ സ്റ്റൈലിഷ് ആയിട്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. വൺസ് നമ്മളിത് സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇത് ഇവിടെ നമ്മളെ ഈ ഒരു റിസ്റ്റിൻ്റെ സൈസ് അനുസരിച്ച് എവിടെ വേണമെങ്കിലും നമുക്ക് ഈ ഒരു ഗ്യാപ്പ് ഉണ്ട്. അതുകൊണ്ട് തന്നെ എവിടെ വേണമെങ്കിലും നമുക്ക് ഇത് പ്ലേസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതാണ് അതിൻ്റെ ഒരു ഫിനിഷ് എന്ന് പറയുന്നത്. ഹൈ ക്വാളിറ്റിയാണ്. അതേപോലെ തന്നെ നമുക്ക് ആ ഒരു പ്രീമിയം ഫീലും നമുക്കിതിൽ അനുഭവപ്പെടും. അതുമാത്രമല്ല സ്റ്റൈലിഷുമാണ്. ഈ ഒരു ബാൻഡിന് തന്നെ 6ഓളം കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. ഏറ്റവും അവസാനത്തെയാണ് നമ്മുടെ ലെതർ ബാൻഡ് എന്ന് പറയുന്നത്. ഇതും നമ്മൾ മുമ്പ് കണ്ട പോലെ തന്നെ ഹൈ ക്വാളിറ്റി ലെതറാണ്. ഹോർവിൻ എന്ന് പറയുന്ന ലെതറാണ് നൊമാഡ് അവരുടെ എല്ലാ കേസസിലും അല്ലെങ്കിൽ ആക്സസറീസിലും അവർ ഉപയോഗിച്ചിരിക്കുന്നത്. അതിൻ്റെ ബാക്കിൽ നമുക്ക് നോക്കുവാണെങ്കിൽ ഇവിടെ കുറച്ച് കാര്യങ്ങൾ ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്. അവിടെ നൊമാഡ് എന്നുള്ളത് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ഇത് ഹൈ ക്വാളിറ്റി ഹോർവിൻ എന്ന് പറയുന്ന ലെതറാണ് നൊമാഡിൻ്റെ എല്ലാ കേസുകളിലും ഉപയോഗിച്ചിരിക്കുന്നത്. അതിൻ്റെ ഒരു എംബ്ലവും അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബ്രാൻഡിങ്ങും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഹോർവിൻ ലെതർ നമ്മളുടെ ലെതർ കേസുകളിൽ എങ്ങനെയാണ് ആ ഒരു യുണീക്ക് ക്യാരക്ടർ ഡെവലപ്പ് ചെയ്യുന്നത് എന്ന് പറഞ്ഞ പോലെ ഇതിനകത്തും ആ ഒരു യുണീക്ക് കളർ അല്ലെങ്കിൽ ആ യുണീക്ക് ഷേപ്പ് ഇത് വരുന്നതാണ്. വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ബാൻഡാണ് ഇത്. നമ്മളുടെ റഗഡ് ബാൻഡ് പോലുള്ള ഒരു ബാൻഡല്ല. അപ്പോൾ വാച്ച് ബാൻഡിൻ്റെ കാര്യത്തിൽ ഹൈ ക്വാളിറ്റി ഉള്ള ബാൻഡുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ബ്രാൻഡ് തന്നെയാണ് നൊമാഡ്. അപ്പോൾ ഒരു ഹൈ ക്വാളിറ്റി വെറൈറ്റി ബാൻഡ് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ലിങ്ക് എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ പോയി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നൊമാഡിൻ്റെ ഏതാനും ചില ആക്സസറീസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും പോയി നമ്മുടെ ലൈക്ക് ബട്ടൺ സ്മാഷ് ചെയ്യുക. സോ വൺസ് അഗെയിൻ ദിസ് ഇസ് മീ മിലൻ. Catch you guys in the next video. Till then, peace.